നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞ മറുപടി വളരെ രസാവഹമാണ്. ആ കട്ടിൽ കണ്ട് ആരും പനിക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്ന, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു MLA കട്ടിൽ കണ്ട് അല്ലെങ്കിൽ ആ കസേര കണ്ട് ആരും പനിക്കണ്ട എന്ന് KPCC അധ്യക്ഷൻ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കേണ്ട എന്ന നിലപാടിന് കോൺഗ്രസിൽ വലിയ മുൻതൂക്കം ഉണ്ടെന്ന് തന്നെയാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കണം, MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ അത് വേണ്ട എന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണെങ്കിലും അദ്ദേഹം കോൺഗ്രസിൽ ഇപ്പോഴും വലിയ സ്വാധീനമാണ്. അത് രാഹുലിൻ്റെ സ്വാധീനമാണോ, ഇനി ഷാഫി പറമ്പിലിൻ്റെ സ്വാധീനമാണോ? അദ്ദേഹമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലെ മെൻറ്റർ. രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് നിന്ന് നിർത്തിയാൽ ഞാൻ ജയിപ്പിച്ചു കൊള്ളാമെന്ന് VD സതീശന് ഉറപ്പ് കൊടുത്തത് ഷാഫി പറമ്പിലാണല്ലോ. അതുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ സ്വാധീനമാണോ അതോ രാഹുൽ തന്നെ ഉണ്ടാക്കിയെടുത്ത സ്വാധീനമാണോ എന്താണെന്ന് നമ്മൾക്കറിയില്ല. കോൺഗ്രസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം രാജിവെപ്പിക്കുന്ന കാര്യം സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും അതിനെതിരെ വലിയ എതിർപ്പ് ഇപ്പോഴും കോൺഗ്രസിൽ ഉയരുകയാണ്. രാഹുലിനെ തള്ളിപ്പറയാൻ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പലരും തയ്യാറാവുന്നില്ല. രമേശ് ചെന്നിത്തല, VD സതീശൻ, K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ നേതാക്കളല്ലാതെ മറ്റ് നേതാക്കൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല MMSനെയും അടൂർ പ്രകാശിനെയും പോലുള്ളവർ ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും തങ്ങൾ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ തയ്യാറല്ലെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ചില്ലറയില്ല. പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും കോൺഗ്രസിന് ഉത്തരം മുട്ടുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തോട് MLA സ്ഥാനം രാജിവെക്കാൻ ആദ്യം തന്നെ പറയണമെന്നുള്ള നിർദ്ദേശം രമേശ് ചെന്നിത്തലയെ പോലുള്ള ഉയർത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസിലെ അന്നത്തെ നേതാക്കന്മാരുടെ ബഹുഭൂരിപക്ഷം അഭിപ്രായം അയാളെ തൽക്കാലം സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്താം, എന്നിട്ട് ആലോചിക്കാമെന്നായിരുന്നു. ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയപ്പോൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ. നേരത്തെ ഒരു പരാതിയോ ഒന്നും രാഹുലിനെതിരെ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അയാളെ സസ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചതാണ് കോൺഗ്രസ് നേതാക്കൾ പലരും. പക്ഷേ ഇപ്പോഴോ പെൺകുട്ടിയുടെ അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടി, ആ പരാതി പോലീസിന് കൈമാറി. പോലീസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തെ അവിടെ MLA സ്ഥാനം രാജിവെപ്പിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും കോൺഗ്രസിന് വയ്യ എന്ന് പറയുമ്പോൾ, കാരണം ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചാൽ ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരില്ല. കാരണം വരുന്ന 5 മാസത്തിനുള്ളിൽ സംസ്ഥാന നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്, കേരളത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് ആ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒപ്പമേ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കൊയിലാണ്ടിയിലെ കാനത്തിൽ ജമീല അവർ അന്തരിച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പില്ല. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പമേ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കൂ. അങ്ങനെയാണ് പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം മാത്രമേ നടക്കുകയുള്ളൂ, ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയില്ല. ഇത് കോൺഗ്രസ് അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെക്കുന്ന കാര്യം പറയുമ്പോൾ കോൺഗ്രസിൽ രണ്ടല്ല പല അഭിപ്രായങ്ങളാണ്. പല നേതാക്കളും പല അഭിപ്രായങ്ങൾ പറയുന്നു. സുചിന്തിതമായി ആലോചിച്ച് ഒരൊറ്റ തീരുമാനം എന്തുകൊണ്ട് കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആരൊക്കെയോ ഉണ്ട്. ആരൊക്കെയോ അല്ല, അത് പ്രഗത്ഭരായ നേതാക്കൾ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ പിന്തുണയ്ക്കുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശനും രമേശ് ചെന്നിത്തല എന്തൊക്കെ പറഞ്ഞാലും രാഹുലിനെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്നവർ അദ്ദേഹം രാജിവെക്കണ്ട എന്ന നിലപാടിലാണ്. രാജിവെക്കണം എന്ന് നമ്മൾ പറയില്ലേ, വെക്കണം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ ഏറെക്കുറെ. K സുധാകരനായാലും അടൂർ പ്രകാശ് ആയാലും MMSനായാലും അങ്ങനെ പഴയ തലമുറയിലെ കുറേ നേതാക്കൾ രാഹുലിന് പിന്തുണയുമായുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെപ്പിക്കുന്ന കാര്യത്തിൽ ഇതുവരെ കോൺഗ്രസിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നത് വളരെ ഒരു ദുരന്തമായി അവശേഷിക്കുന്നു.